ഹലോ ഫ്രണ്ട്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ SCRT എന്ന സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററിൻ്റെ 3ാം ഭാഗമാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അതിനെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ ഘടകമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധം. അടുത്തത് സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ. അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളെ മൗലികാവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സ്വാധീനിച്ചത്? എന്തൊക്കെയാണോ? ഒന്നാമത്തെ എന്താണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങൾ. അടുത്തത് എന്താണ്? സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എന്നീ 3 കാര്യങ്ങളാണ് മൗലികാവകാശങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച ഘടകങ്ങളെന്ന് പറയുന്നത്. ഇനി ഈ 3 ഘടകങ്ങൾ കൂടാതെ എന്തൊക്കെ ഘടകങ്ങളാണ് മൗലികാവകാശങ്ങളെ സ്വാധീനിച്ചതെന്ന് നോക്കാം. മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും കൂടാതെ മൗലികാവകാശങ്ങളുടെ നാൾവഴിയായ അവകാശ രേഖകളും. അപ്പോൾ അവകാശ രേഖകളെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? ഏതൊക്കെയായിരുന്നു നമ്മുടെ അവകാശ രേഖകൾ? ഒന്നാമത്തെ ആയിരുന്നു ഇത് മാഗ്ന കാർട്ട അല്ലേ? 1215 നമ്മുടെ ജോൺ രാജാവ് ഒപ്പുവെച്ച മാഗ്ന കാർട്ട. രണ്ടാമതായിട്ട് എന്താ പറയുന്നത്? അമേരിക്കൻ അവകാശ പത്രിക, 1789 അമേരിക്കൻ അവകാശ പത്രിക. ഇതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള അവകാശ രേഖയായിരുന്നു അമേരിക്കൻ അവകാശ പത്രിക. അടുത്തത് ഏതായിരുന്നു? ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലെ? ഫ്രഞ്ച് വിപ്ലവം, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് എന്ത്? ഫ്രഞ്ച് വിപ്ലവം അല്ലെ? അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം. അടുത്തത് എന്താണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇതെല്ലാം എന്തിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്? നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലികാവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങൾ, സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ, കൂടാതെ മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും അതുപോലെ തന്നെ മൗലികാവകാശങ്ങളുടെ നാൾവഴികളായ അവകാശ രേഖകളും. ഇവയൊക്കെയാണ് നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ച ഘടകങ്ങളെന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഭരണഘടനാ ദിനം. നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിനെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഭരണഘടനാ ദിനം. ഭരണഘടനാ ദിനം എന്നാണ് നവംബർ 26. എന്തുകൊണ്ടാണ് ഇത് ആചരിക്കുന്നത്? 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത്. 1949 നവംബർ 26 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഭരണഘടനാ ദിനമായി നവംബർ 26 ആചരിക്കുന്നത്. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3. ഇനി സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും ഭരണഘടനയാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഭാഗം 3 ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ സാധാരണയായിട്ടുള്ള നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ആര് തന്നെയാണ്? സാധാരണ നിയമങ്ങളാണ് അല്ലെ? നിയമങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സംരക്ഷണം തരുന്നത്. എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ആരാണ്? ഭരണഘടനയാണ്. അപ്പോൾ ഭരണഘടനയാണ് നമുക്ക് നമ്മുടെ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നമുക്ക് മൗലികാവകാശങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതും ഭരണഘടനയാണ്. അടുത്തത് അപ്പോൾ നമ്മുടെ ഏതൊക്കെ മൗലിക അവകാശങ്ങളാണ് ഉള്ളത് എന്ന് നോക്കാം. ഒന്നാമത്തേതാണ് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു ഇക്വാളിറ്റി.
അപ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. അപ്പം നമുക്ക് ആദ്യത്തെ മൗലികാവകാശം നോക്കാം. സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാളിറ്റി. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. അപ്പോൾ എന്താണ് സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും നിയമത്തിന് മുൻപിൽ തുല്യതയും തുല്യ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. അപ്പോൾ നിയമത്തിന് മുന്നിൽ എന്തൊക്കെ വേണം? തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. ഇനി ഈ അവകാശ പ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. അപ്പോൾ ഈ നിയമം എന്താണ് പറയുന്നത്? ഏതൊരാളും എന്ത് നേരിടാൻ പാടില്ല? മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ ലിംഗത്തിൻ്റെയോ ജനനസ്ഥലത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ യാതൊരുവിധ വിവേചനവും നേരിടാൻ പാടില്ല. അപ്പോൾ മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. ഇതോടൊപ്പം ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതുസ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യപ്രവേശനം ഉറപ്പുവരുത്തുന്നു. പൊതുജോലികളിലെ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഈ അവകാശപ്രകാരം ഉറപ്പുവരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താ പറഞ്ഞത്? അതായത് ഈ അവകാശം അനുസരിച്ച് ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതുസ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യപ്രവേശനം ഉറപ്പുവരുത്തുന്നു. പിന്നീട് ഇമ്പോർട്ടൻ്റ് എന്താ? പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഈ അവകാശപ്രകാരമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചേക്കാം കേട്ടോ. പൊതുജോലിയിലെ അവസര സമത്വം, ഗവൺമെൻറ് ജോലിയിലെ അവസര സമത്വം ഈ റൈറ്റ് ടു ഇക്വാളിറ്റി അനുസരിച്ചിട്ടാണ്. തൊട്ടുകൂടായ്മ നിരോധനം, അതുപോലെ തന്നെ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും. സ്ഥാനപ്പേരുകൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് നേടാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഈ സമത്വത്തിനുള്ള അവകാശത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശത്തെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. അതോടൊപ്പം ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതുസ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യപ്രവേശനം ഉറപ്പുവരുത്തുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഇതെല്ലാം ഈ അവകാശപ്രകാരമാണ് നമുക്ക് ഉറപ്പ് കിട്ടുന്നത്. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അല്ലെ റൈറ്റ് ടു ഫ്രീഡം പറയുന്നത്? ദീർഘകാലം വൈദേശിക ആധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ പ്രതിഫലിക്കുന്നത്. ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ ഇതുപ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും യുക്തിസഹമായ നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നു. അനുച്ഛേദം 19 പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ താഴെ പറയുന്നവയാണ്. അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന ഇൻട്രൊഡക്ഷൻ തന്നിരിക്കുന്നത്? ഇന്ത്യ, അതായത് ദീർഘകാലം നമ്മൾ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ കഴിഞ്ഞ ആളുകളാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു അന്ന് സ്വാതന്ത്ര്യം. അപ്പോൾ ആ അഭിലാഷമാണ് ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ പ്രതിഫലിക്കുന്നത്. ഇനി ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇവിടെ നോക്കിയേ, ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 19 മുതൽ 22 വരെ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കുള്ള സ്വാതന്ത്ര്യങ്ങൾ എന്ന് നോക്കാം. അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. അടുത്തത് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. അടുത്തത് സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ നമുക്ക് സമ്മേളിക്കാം, പക്ഷെ അതെങ്ങനെ ആയിരിക്കണം? സമാധാനപരമായിട്ടായിരിക്കണം. അപ്പോൾ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം.
ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്ന 19 മുതൽ 22 വരെയാണ്. ഇത് പ്രകാരം എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളാണ് നമുക്ക് ഉള്ളത്? അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം. അപ്പം ഇത്രയും 6 സ്വാതന്ത്ര്യങ്ങളാണ് അനുച്ഛേദം 19 മുതൽ 22 പരാമർശിക്കുന്നത്. ഇവ കൂടാതെ വിദ്യാഭ്യാസത്തിനും അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിഫലിക്കുന്നു. അപ്പോൾ 20 മുതൽ, അതായത് നമ്മൾ സ്വാതന്ത്ര്യത്തിനുള്ള അനുച്ഛേദം എന്ന് പറയുന്നത് 19 മുതൽ 22 വരെയായിരുന്നു. എന്നാൽ 20 മുതൽ 22 വരെ, ഇതിൽ തന്നെ 20 മുതൽ 22 വരെ എന്നുള്ളത് എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു? വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അപ്പോൾ 20 തൊട്ട് 22 വരെ ഉള്ളത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തിന്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അതായത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കോ പരമാധികാരത്തിനോ സുരക്ഷിതത്വത്തിനോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ ഈ അവകാശങ്ങളൊക്കെ എന്ത് ചെയ്യും? റദ്ദ് ചെയ്യപ്പെടും കേട്ടോ. ഇത്രയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പറയുന്നത്. അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസ മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അത് 2002 അപ്പോൾ 2002 വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. എന്നാൽ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിക്കുന്നത്. 2010 ഏപ്രിൽ നിയമം പ്രാബല്യത്തിൽ വരുന്നു. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും അതുപോലെ തന്നെ ഗുണനിലവാരം ഉള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി. 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യമായിട്ടും നിർബന്ധിതവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നത്. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് 2009 2002 എന്ത് വരുന്നത്? 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരം വിദ്യാഭ്യാസം എന്നത് ഒരു മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിക്കുന്നത്. 2010 ഏപ്രിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. 2010 ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. ഈ നിയമപ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി. അപ്പോൾ ഇതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത്. അടുത്തത് ചൂഷണത്തിനെതിരെയായുള്ള അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണത്തിനെതിരെയായുള്ള അവകാശമാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായ സാമൂഹിക സാഹചര്യങ്ങൾ നിലവിലുണ്ടായിരുന്നു. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരെയായുള്ള അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 23 എല്ലാവിധ അടിമജോലികളെയും മനുഷ്യക്കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അനുച്ഛേദം 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്നു. അപ്പോൾ എന്താണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൽ പറയുന്നത്? നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടിരുന്നു. ഇവരെ ചൂഷണവും ചെയ്തിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ചൂഷണത്തിൽ വരുന്നത്? അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല. ഇതാണ് ചൂഷണം എന്ന് ഭരണഘടന പറയുന്നത്. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല. അപ്പോൾ ഇവയൊക്കെ ഇല്ലാതാക്കി ഇവയിൽ നിന്നും സംരക്ഷണം നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന ചെയ്യുന്നത്. ഇനി
ഭരണഘടനയുടെ അനുച്ഛേദം 23 എല്ലാവിധ അടിമത്ത ജോലികളെയും അല്ലെ മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുന്നു. അനുച്ഛേദം 23 എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യക്കടത്തിനെയും നിരോധിക്കുന്നത്. ഇനി എന്താ പറയുന്നത്? അനുച്ഛേദം 24 പറയുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്നു. അപ്പോൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്തൊക്കെയാ പറയുന്നത്? അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന. അനുച്ഛേദം 23 എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യക്കടത്തിനെയും നിരോധിക്കുന്നു. അതുപോലെ തന്നെ അനുച്ഛേദം 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അപകടകരമായ ജോലികളിൽ ഏർപ്പെടുത്താൻ പാടില്ല. ഇതാണ് ചൂഷണത്തിനെതിരെയായുള്ള അവകാശം പറയുന്നത്. അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നു. ഈ അവകാശം അവരവരുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന, തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ മേൽപ്പറഞ്ഞ അവകാശം പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. അപ്പം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്താണ് പറയുന്നത്? ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അവർക്ക് എന്ത് ചെയ്യാം? അനുവർത്തിക്കാം, അനുഷ്ഠിക്കാം, അത് പ്രചരിക്കുകയും ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അതായത് അത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അവരവരുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്കിതിൽ നിന്നും കിട്ടുന്നത്. ഇനി എല്ലാ മതങ്ങൾക്കും നമ്മുടെ ഭരണഘടന തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ അവകാശം പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണത്തിലാണ്. അതായത് ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, പൊതുക്രമത്തിനോ ആരോഗ്യത്തിനോ ധാർമ്മികതയ്ക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയമ നടപടികൾ നേരിടേണ്ടി വരും. അപ്പോൾ ഇതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത്.